രാധിക എവിടെ? രാധിക ബാങ്കിൽ പോയി. എന്താ അവളുടെ പ്ലാൻ? എന്താന്ന് വെച്ചാൽ നമ്മളല്ലേ തീരുമാനിക്കുക. അവള് നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവൾ ആകെ അപ്സെറ്റാ. നീ പിന്നെ ചേട്ടത്തി അമ്മയാണെന്ന് പറഞ്ഞ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. അമ്മയില്ലാത്തതിന്റെ കുറവ് ഇപ്പോഴാണ് അറിയുന്നത്. ആ കുറവ് ഇതുവരെ തോന്നാതിരുന്ന എന്താ? അതറിയിക്കാതെ നിങ്ങളെ വളർത്തിയതുകൊണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. എല്ലാരും അറിഞ്ഞിരിക്കുന്നു പുതിയ മരുമകന്റെ യോഗ്യത. ആളുകൾക്ക് എന്താ മോനെ നമ്മുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? അവൾക്ക് എത്ര ആലോചനകൾ വന്നതാ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഓരോരുത്തർക്കും ഓരോ കുറ്റം കണ്ടെത്തിയില്ലേ. എന്നിട്ടിപ്പോ 10ാം ക്ലാസ്സുകാരൻ, സർക്കാർ ഓഫീസിലെ പ്യൂൺ. നമ്മൾ വിചാരിച്ചാണോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന്? അവളുടെ മനസ്സ് കാണാൻ അച്ഛന് കഴിഞ്ഞില്ല. അതാണ് ശരി. അച്ഛൻ നിമിത്തമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മളൊക്കെ നിമിത്തം മാത്രമാണ്. നിശ്ചയം അവിടുത്തെയാ. ഇത് വെറും അന്ധവിശ്വാസമാ. ഒരു ഭ്രാന്തൻ ഓടി വന്ന് താലി കെട്ടിയെന്ന് പറഞ്ഞ് അവന്റെ കൂടെ പെണ്ണിനെ ഇറക്കി വിടുന്നത് ദൈവനിശ്ചയമാ? അല്ലെങ്കിൽ പിന്നെ 360 കല്യാണം നടന്നേ നമ്മുടെ രാധയ്ക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കാൻ? എല്ലാറ്റിനും അച്ഛന് ന്യായീകരണമുണ്ട്. പക്ഷെ അവളുടെ ജീവിതം. കല്യാണത്തിന് ശേഷം ഭർത്താവിന് ഭ്രാന്ത് വന്നു വിചാരിക്കുക, ബന്ധം ഏർപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും? അത് വിധിയാണെന്ന് കരുതും. ആരുടെ വിധി? ഈശ്വരന്റെ വിധി. ആ വിധി തന്നെയാണ് ഇതും. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മാത്രമാണ് സത്യമെന്ന് കരുതരുത്. അതിനപ്പുറത്തും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വേണ്ടത്? രാധികയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അവൾക്ക് നിന്റെ കൂടെ വരാൻ ഇഷ്ടമല്ല. മാധവൻകുട്ടി, രാധിക ബാങ്കിൽ പോയിരിക്കുക. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. അച്ഛാ, രാധയ്ക്ക് വിരോധമായിട്ടൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയാം. നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടതാണ് വിരുന്നിന്. അച്ഛനിതൊന്നും അറിയാഞ്ഞിട്ടല്ല. എന്തായാലും അവളെ അന്വേഷിച്ചു വരാൻ നിനക്ക് തോന്നിയല്ലോ. എനിക്ക് രാധികയെ വലിയ ഇഷ്ട. രാധികയ്ക്കോ? രാധികയ്ക്ക് നീ വിഷമിക്കാതിരി. പ്രതീക്ഷിക്കാത്ത സംഭവിച്ചപ്പോ അവൾക്ക് പ്രയാസം തോന്നിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളല്ലേ, താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല.